ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിവേക് വർഷേനെയും കൊണ്ട് ഒരു ബോട്ടിൽ കായലിൻ്റെ നടുക്കിലേക്ക് പോവാണ് കേട്ടോ. അതിനുശേഷം തന്നെ കുറേ സംസാരിക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ്, മല്ലികാക്ക, അമ്മ എല്ലാവരും ഒരു ശല്യമാണ്, പുറകെ ഉണ്ടാവും. ഇവിടെ ആകുമ്പോൾ തന്നോട് ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. നല്ല കാര്യമായിപ്പോയി. ഞാൻ ഡ്യൂട്ടിയിലല്ലേ വിവേക്, പിന്നെ അവരുടെ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന യൂണിഫോമിലാണ് ഞാൻ. അതിപ്പോൾ ആരറിയാനാണ്. തന്നോട് എനിക്ക് കുറച്ച് നേരം സംസാരിക്കണം. നമുക്കിങ്ങനെ പ്രണയിച്ചുകൊണ്ട് നടക്കണം. പ്രണയിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്കതിനൊന്നും ഇഷ്ടമല്ല എന്നുള്ളത്. എന്നാലും കുറച്ച് സംസാരിക്കെങ്കിലും ചെയ്യാടോ, കാരണം വീട്ടിലൊന്നും സാധിക്കുന്നില്ലല്ലോ. അങ്ങനെ അവരുടെ രീതിയിൽ തന്നെ പ്രണയിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലോ കുറച്ച് കാര്യങ്ങൾ വിവേക് വർഷയോട് പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ വിവാഹ നിശ്ചയം ഉടനെ തന്നെ നടത്താൻ തീരുമാനിച്ചു. നിശ്ചയമോ? 6 മാസം കഴിഞ്ഞ് കല്യാണത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്? അല്ല, അതിൻ്റെ മുന്നേ തന്നെ നിശ്ചയം നടത്തണമെന്നാണ് അച്ഛൻ പറഞ്ഞത്. എൻ്റെ ജാതകപ്രകാരം എന്തോ ഒരു ദോഷമുണ്ടെന്ന് പറയുന്നു കേട്ടോ. അത് നടക്കില്ല വിവേകേ. ഞാൻ പറഞ്ഞല്ലോ 6 മാസം, അതുതന്നെ വലിയൊരു, എനിക്ക് എന്താ സംഭവിക്കാമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ശ്രീ ഏട്ടൻ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയാണ്. അയാൾ മരിച്ചു പോയെന്നല്ലേ എല്ലാവരും പറയുന്നത്. താൻ അത് ഉൾക്കൊണ്ടിട്ടില്ലേ? എനിക്കങ്ങനെ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും സ്വപ്നം കാണാറുണ്ട് ശ്രീയേട്ടനെ. എനിക്കന്നൊരു വാക്ക് തന്നു പോയ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ 6 മാസത്തിനകത്ത് ശ്രീയേട്ടൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നും അറിയില്ല എന്നും പറയുന്നുണ്ട്. താൻ അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിശ്ചയം നടത്തി കഴിഞ്ഞു വെച്ചിട്ട് കല്യാണത്തിനുള്ള ലൈസൻസ് ഒന്നും അല്ല. പിന്നെ ശ്രീനാഥ് അതിനുള്ളിൽ വരുവാണെങ്കിൽ, തനിക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ എന്തായാലും ഒഴിഞ്ഞാൽ ശ്രീനാഥിൻ്റെ കൂടെ തനിക്ക് പോകാമെന്നും പറയുന്നുണ്ട്. എന്തൊക്കെ വിവേകി പറയുന്നത്? ഞാൻ ഒന്നിനൊരു തടസ്സമല്ല. ഈ നിശ്ചയം നടത്തി വിചാരിച്ചിട്ട് തനിക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. പിന്നെ ഇതിനൊന്നും താല്പര്യമില്ലെങ്കിൽ ഞാൻ മമ്മിയോടും ഡാഡിയോടും ചെന്ന് പറഞ്ഞേക്കാമെന്നും പറയുന്നു. അതല്ല വിവേക് നല്ലൊരു മനുഷ്യനാണ്. വിവേകിനെ പോലെ ഒരാളെ എനിക്ക് അർഹതപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചില കമ്മിറ്റ്മെൻറ്റ്സ് അത് നമ്മളുടെ ജീവിതത്തിൽ അത് അത്യാവശ്യമാണ്. അത് ചിലപ്പോൾ സ്നേഹത്തിനേക്കാളും വലുതായിരിക്കാം എന്ന രീതിയിൽ പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും ഞാൻ എന്തായാലും ആലോചിക്കട്ടെ പറഞ്ഞിട്ട് കമ്മിറ്റ്മെൻറ്റ്സും അതുപോലെ പ്രണയം രണ്ടും രണ്ടാണ്. അപ്പോൾ ശ്രീനാഥിനോടുള്ള വെറും കമ്മിറ്റ്മെൻറ്റ്സ് മാത്രമാണല്ലോ എന്നോട് പ്രണയം. ഇപ്പോൾ വർഷയുടെ മനസ്സിലുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്നും പറയുന്നു കേട്ടോ. അങ്ങനെ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്ന വർഷയ്ക്ക് കുറച്ച് കാര്യങ്ങൾ വീണ്ടും മനസ്സിലാകുന്നുണ്ട്. വിവേകിനോട് ഞാൻ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു, അയാൾക്ക് വിഷമമായിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ, വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലോ രാഹുലിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടോ വസുന്ധര. കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിവേക് അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനാണ് വിവേക് ആൻറ്റി എന്നോട് കാണണമെന്ന് പറഞ്ഞത്? ചില കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണമല്ലോ, അതിനുവേണ്ടി ചില കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. ശിവയും അതുപോലെ അമ്മയും അക്കിതിനോട് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോഴത്തേന് എന്താ കാര്യങ്ങൾ? കുറച്ച് ഞാൻ ക്ലൂ തരാം. മറ്റൊന്നുമല്ല, അങ്കിതിൻ്റെ കമ്പനി അല്ലാതെ MGK മീഡിയ പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുകയല്ലേ, അതിൽ ജനറൽ മാനേജറായിട്ട് നമ്മുടെ രാഹുലിനെ ജോയിൻ ചെയ്യിപ്പിക്കാനാണ് അമ്മ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുന്ന രാഹുലിന് ഒട്ടും ദഹിച്ചിട്ടില്ല. കാരണം തൻ്റെ അച്ഛനെയും കുടുംബത്തെയും തകർത്ത ഒരു ചാനലാണത്. അതിൽ മാനേജറായിട്ട് ഇരിക്കാൻ തനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് തന്നെയാണ്. അതൊട്ടും ഇഷ്ടപ്പെടാതെ, എനിക്ക് ഈ പോസ്റ്റിന് തീരെ താല്പര്യമില്ല, ഞാൻ വിചാരിച്ചതും ഇത് തന്നെയാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഞാൻ ഇതിന് താല്പര്യമില്ല, എൻ്റെ അച്ഛനെയും അതുപോലെ കുടുംബത്തെയും നശിപ്പിച്ച ഈ ചാനലിൽ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പോഴത്തേനും അപ്പോൾ ഈ അഞ്ജുവിൻ്റെയും ഒക്കെ അഞ്ജുവിൻ്റെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മീഡിയ ഞാൻ അത്രയും വെറുക്കാത്തത്. പക്ഷേ അതിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വസുന്ധര അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, നിൻ്റെ മനസ്സിലിപ്പോൾ എനിക്ക് മനസ്സിലായി. 28 വർഷം തനിക്ക് മെയ് അനങ്ങാതെ ഭക്ഷണം കഴിച്ച ശീലം മാത്രമേ ഉള്ളൂ. ജോലിക്ക് പോകാൻ തനിക്ക് താല്പര്യമില്ല. അതുതന്നെയാണ് കാരണം എന്ന് പറയുന്നു. ദേ, എന്നെ ഇങ്ങനെ അപമാനിക്കാൻ നിൽക്കരുത്. നിന്നെ അപമാനിച്ചതല്ലടാ, നിന്നോട് ആകെയുള്ള ബഹുമാനം എന്ന് വെച്ചാൽ എൻ്റെ മക്കളെപ്പോലെ കരുതുന്ന ഈ അഞ്ജുവിൻ്റെ ഭർത്താവ് എന്ന നിലയിൽ മാത്രമാണ്. അല്ലാതെ നിന്നോട് ഒരിക്കലും ഒരു സഹതാപം എനിക്കില്ല എന്ന് പറയുന്നു. നിൻ്റെ അച്ഛനോട് മുഖത്ത് അടിഞ്ഞ പോലെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ടാണോ നിനക്കിതിനൊന്നും പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോകാനായിട്ട് വസുന്ധര പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും ദേഷ്യത്തോടു കൂടി തന്നെ രാഹുൽ അവിടെ നിന്നും മടങ്ങുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും എല്ലാവർക്കും വിഷമാവുന്നുണ്ട്. അങ്ങനെ വസുന്ധരയ്ക്ക് ഒന്നിൽ കൂടുതൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ ശിവയും അതുപോലെ തന്നെ അഞ്ജുവിനെ കാണിക്കുന്നത് കേട്ടോ. ശിവ പറയുന്നുണ്ട്, അഞ്ജു, രാഹുൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, നല്ലൊരു ജോലി കിട്ടാനും സാധ്യതയുണ്ട്. പക്ഷേ ആൻറ്റി എന്ന് പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ അങ്ങനെ തന്നെയല്ലേ, സ്വന്തം അച്ഛനെ കുടിക്കൊരു ചാനൽ വർക്ക് ചെയ്യാൻ പറ്റുമോ?
ഇത്രയും കാലം വളർത്തി വലുതാക്കിയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന് കൂടെ വലിയൊരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. വിവേകും വർഷയും തമ്മിൽ വിവേകിൻ്റെ ചങ്ക് തകർക്കുന്ന ഒരു കാര്യമാണ് വർഷ എന്ന് പറഞ്ഞതെന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ജുവിനോട്. പിന്നീടാണ് ഈ ശ്രീനാഥിനെയും ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. ശിവനന്ദയെ അന്വേഷിച്ചപ്പോൾ ആ ഒരു ചാനൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അവളുടെ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു, പ്രിൻസ് പാതാളം. അയാളിപ്പോൾ ആ ഒരു ജോലിയിലില്ല. അവരൊക്കെ എങ്ങോട്ടാണ് പോയതെന്ന് ഒരിക്കലും അറിയാനും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വർഷയെ കണ്ടുപറ്റണമെങ്കിൽ ശിവയെ ആദ്യം കണ്ടെത്തണം. അതിലൂടെ വർഷയെ എനിക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നിന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയല്ലേ. പിന്നെ കമ്പനിയിൽ ഒരുപാട് നല്ല മാനേജർമാർ വരുന്നുണ്ട്. അതേപോലെ ആരെങ്കിലുമൊക്കെ വന്നപ്പോൾ അവരുടെ ജോലി പോയതായിരിക്കാം. അല്ലാണ്ട് എന്താ, നിന്നെപ്പോലത്തെ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെയല്ലേ രക്ഷയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഫ്രണ്ട്. അതിനുശേഷം വീണ്ടും തന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവയും അഞ്ജുവിനെയും കേട്ടോ. അതിനുശേഷം തന്നെ ശിവയെ അന്വേഷിച്ച് പഴയ മീഡിയയിൽ ആൾ വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോഴത്തേനും അവരോട് MGK മീഡിയയായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പറയാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ വർഷയാണെങ്കിൽ ശ്രീനാഥിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അഞ്ജുവാണെങ്കിൽ ശിവ ഇവളോടൊന്ന് നിർത്താൻ പറയും ശ്രീനാഥിനെ കുറിച്ച്. ഇവളിങ്ങനെ ആലോചിച്ച് ആകെ പ്രശ്നമാവും. ആ വഴിക്ക് മല്ലികാക്ക വരുന്നുണ്ട്. മല്ലികാക്കയാണെങ്കിലോ ഏത് ഈ ശ്രീനാഥ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ വിത്തും വേരും ഇപ്പോൾ മല്ലികയ്ക്ക് അറിയേണ്ടി വരും കേട്ടോ. അതിനുശേഷം തന്നെ അതിലൂടെ തന്നെ വർഷയെ ഇനി ഒന്നുകൂടി തകർക്കാനുള്ള മട്ടിലാണ് നമ്മുടെ മല്ലികാക്ക നിൽക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.